ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഒരു സ്പൈസി പൊട്ടറ്റോ ഫ്രൈ. പൊട്ടറ്റോ ഫ്രൈ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. ഇത് പലതരത്തിലും ഉണ്ടാക്കാനും പറ്റും. എന്നാൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്കിത് ഉറപ്പായും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഓയിലും യൂസ് ചെയ്യാം. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കളർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് കുറച്ച് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ ഒരു മസാല തയ്യാറാക്കാം. ഇതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 വറ്റൽ മുളകും 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പകുതി ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മസാല പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.